ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ തന്നെ അങ്ങ് തുടങ്ങാമല്ലേ? ഈ ഒരു മാവും മാങ്ങയൊക്കെ കണ്ടിട്ട് പോയിട്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ചു വന്ന് ഇച്ചക്കൊണ്ട് അതെല്ലാം പറിച്ച് താഴെ ഇടിപ്പിച്ചു. ഞാൻ അത് പച്ചമാങ്ങ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടിപ്പിച്ചത് കേട്ടോ. പക്ഷേ അത് നല്ല അടിപൊളി പഴുത്ത മാങ്ങയായിരുന്നു. മധുരവും ടേസ്റ്റും ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. എറിഞ്ഞു വീഴ്ത്തിയതല്ല, ഞാൻ തന്നെ കഴിച്ചു തീർത്തത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് ഇതുപോലെ എറിഞ്ഞിട്ട് വീഴ്ത്തി കഴിക്കുന്നതും രണ്ടും രണ്ട് സുഖമല്ലേ. അങ്ങനെ ബാക്കി വന്നതും കൂടെ ഞാനങ്ങ് കഴിച്ചു കേട്ടോ. കുറച്ചു നേരം അവിടെ എല്ലാം നോക്കിയിരുന്നു ഞാൻ. കാരണം നല്ല സ്ഥലമായിരുന്നു, നല്ല കാറ്റും. ചൂടുണ്ടെങ്കിലും എവിടെ നിന്നൊക്കെ ഒരു നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പോയതാ, ദേഹം മുഴുവൻ കറയായിപ്പോയി. അങ്ങനെ മാങ്ങയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. പക്ഷേ ദേഹത്ത് മുഴുവനാണെങ്കിൽ അതിൻ്റെ കറയും പറ്റി കേട്ടോ. അങ്ങനെ ഇച്ച വണ്ടിയും കൊണ്ട് വന്നു. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് വന്ന പ്രസാദമൊക്കെ അവൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ നേരെ അവിടെ ചെന്നപ്പോൾ അവൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നില്ല. അഗ്നുനെ കണ്ടു കേട്ടോ. ഇതവൻ്റെ മോനാ. അവൻ ഭയങ്കര നാണക്കാരനാട്ടോ. അവൻ എന്നെ കണ്ടിട്ട് മാറിയിരിക്കുക, എന്തൊക്കെയോ പറയുന്നുണ്ട് ഇച്ചയായിട്ട്. നമ്മൾ നീലേശ്വരത്ത് പോകുമ്പോൾ എന്നും കയറുന്ന ഹോട്ടലാണ് കേട്ടോ. അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. വൈകിട്ടും കഴിച്ചത് ബീഫ് തന്നെ. അങ്ങനെ നമ്മൾ നീലേശ്വരം എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ കണ്ടോ ഓരോ കോപ്രായം കാണിച്ച് ഓരോ സാധനങ്ങളൊക്കെ. ഇതൊക്കെ തലയും കുത്തി താഴെ വീണാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചിന്ത പോലും ഇല്ല കേട്ടോ. അതുപോലത്തെ പോക്കാണ് പോകുന്നത്. എന്തൊക്കെ അപകടങ്ങൾ നമ്മൾ കേൾക്കുന്ന, എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറേ ആൾക്കാരും. അങ്ങനെ നേരെ നമ്മൾ വീട്ടിൽ വന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർത്താ രാവിലെ എണീറ്റ് തന്നെ വന്നത്. അങ്ങനെ നേരെ പോയി മീൻ വാങ്ങിച്ചു കേട്ടോ. കാരണം മീനില്ലാതെ എനിക്ക് ചോറിനാൻ പറ്റില്ല. ഞാനാണെങ്കിൽ എനിക്ക് പൊരിക്കാൻ നല്ല കിളിമീനും മേടിച്ചു. ഇച്ചയാണെങ്കിൽ കൂന്തലും വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്ത സാധനമാണ് ഇത്, വൃത്തിയാക്കാനേ ഒരു പാടാ. ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ വാങ്ങിക്കാം, ഞാൻ തന്നെ വൃത്തിയാക്കാം, പ്രശ്നമൊന്നുമില്ലെന്ന്. എന്നിട്ട് പകുതി ആയപ്പോൾ ഞാൻ മടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുനിന്ന് ഇട്ടേച്ച് പോയി. ഇതിങ്ങനെ സ്ഥിരം പരിപാടിയാണ്. കാരണം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എന്തെങ്കിലും മടുപ്പുള്ള കാര്യമാണെങ്കിൽ പിന്നെ എൻ്റെ തലയിൽ കൊണ്ടുവെക്കും. പിന്നെ ചിലർക്കൊക്കെ ഉണ്ട് നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ആണെന്ന്, അയ്യോ അവരാണുങ്ങളല്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ എൻ്റെ ഇച്ചയ്ക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ. എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരും. അങ്ങനെ നേരെ തിരിച്ചു പറഞ്ഞാലും ഞാനും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.